Welcome back to our channel CBC Tricks. Today we are going to learn Geography's continuation chapter Resources and Development. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ നെയിം സോയിൽ ഇറോഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. സോയിൽ ഇറോഷൻ കാരണം നമുക്ക് അത് കൺസർവ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? സോയിൽ ഇറോഷൻ എന്താണ്? എല്ലാവർക്കും അറിയുമോ എന്താണ് സോയിൽ ഇറോഷൻ? അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് പറയാം. അപ്പോൾ എന്താണ് സോയിൽ ഇറോഷൻ നോക്കാം. സോയിൽ ഇറോഷൻ ഈസ് ദ ഡിനൂഡേഷൻ ഓഫ് സോയിൽ കവർ ആൻഡ് സബ്സിക്വൻറ്റ് വാഷിംഗ് ഡൗൺ. ഇതിനെയാണ് എന്ത് പറയുന്നത്? സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സോയിൽ ഇറോഷൻ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നാച്ചുറൽ ആക്ടിവിറ്റീസോ കാരണം ഈ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടമായിട്ട് അത് ഒഴുകി പോവുക അല്ലെങ്കിൽ അത് അവിടുന്ന് മാറിപ്പോവുക, വാഷിംഗ് ഡൗൺ ആയിട്ട് പോകുന്നതിനെയാണ് എന്ത് പറയുക? സോയിൽ ഇറോഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് മരം കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഡിഫോറസ്റ്റേഷൻ വരികയാണ്. മരങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുക. അപ്പോൾ ആ കുറേ സോയിൽ നമുക്ക് എന്ത് ചെയ്യുകയാണ്? വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സോയിൽ വേസ്റ്റിംഗ് മെറ്റീരിയൽസിനെ നമ്മൾ പറയുന്നതാണ് ഇത് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമുക്ക് സോയിൽ ഇറോഷൻ ഉണ്ടാവും. എന്തൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ്? ഡീഫോറസ്റ്റേഷൻ അറിയാം. നമുക്ക് മരങ്ങളൊക്കെ മുറിക്കുന്നതിനാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം അറിയിക്കുമ്പോൾ സോയിലിൻ്റെ റൂട്ടൊക്കെ കൂടുതൽ ആഴത്തിലായിരിക്കും, ഡീപ്പായിട്ടൊക്കെ വരിക. അപ്പോൾ ഇതിൻ്റെ സോയിലൊക്കെ കൂടുതൽ പോകും, അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടമാവുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യും? ഫെർട്ടിലിറ്റി ഇല്ലാതാവുമ്പോൾ സോയിൽ ഇറോഷൻ സംഭവിക്കും. പിന്നെ ഓവർ ഗ്രേസിങ് എല്ലാവർക്കും അറിയാമല്ലോ. ഓവർ ഗ്രേസിങ് എന്താണ്? ഓവർ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കന്നുകാലികളെ അല്ലെങ്കിൽ ഏതൊരു മൃഗത്തെയാണെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ മൗണ്ടെയ്ൻസിലോ അല്ലെങ്കിൽ പ്ലെയിൻ ഏരിയാസിലോ കൂടുതലായിട്ട് ഗ്രേസ് ചെയ്താൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യും? ഫെർട്ടിലിറ്റി. അവർ ഓരോ പുല്ലുകളൊക്കെ തിന്നുമ്പോൾ ആ ഒരു മണ്ണും ഇതൊക്കെ അവിടുന്ന് ഇളകി വേറെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഒരു സോയിൽ ഫെർട്ടിലിറ്റി നഷ്ടമായിട്ട് സോയിൽ ഇറോഷൻ സംഭവിക്കും. പിന്നെ കൺസ്ട്രക്ഷൻ, നമ്മൾ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ കുഴിച്ചെടുത്തിട്ടാണ് ബേസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡീപ്പായിട്ട് മൈൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബിൽഡിങ്സൊക്കെ സൃഷ്ടിക്കുന്നത്. അവിടെ മണ്ണില്ലാതെ സിമെൻ്റ് കൊണ്ട് അടിച്ചു കൂട്ടുന്നത്. അപ്പോൾ മണ്ണിൻ്റെ വാട്ടറിൻ്റെ ഒരു ഒന്നും കിട്ടാതാവും. അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് സോയിൽ ഇറോഷൻ വരും. പിന്നെ മൈനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡീപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പായി പോയ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടമാകും, സോയിൽ ഇല്ലാണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സോയിൽ മൈനിങ് നടക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ there are natural forces. സം നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ് നാച്ചുറൽ ഫോഴ്സസ്? നമുക്ക് നോക്കാം. നാച്ചുറൽ ഫോഴ്സസ് കാരണം നമുക്ക് ഈ ഒരു സോയിൽ ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. സോയിൽ ഇറോഷൻ്റെ നാച്ചുറൽ ഫോഴ്സസ് ആണ് ഇത് ഗ്ലേഷ്യർ ആൻഡ് വാട്ടർ. ഗ്ലേഷ്യർ, വാട്ടർ, വിൻഡ്, ഈ ഒരു നാച്ചുറൽ ഫോഴ്സസ് അല്ലെങ്കിൽ നാച്ചുറൽ കാരണം നമുക്ക് സോയിൽ ഇറോഷൻ സംഭവിക്കും. സോയിൽ ഇറോഷൻ ഇസ് ഓൾസോ കോസ്ഡ് ഡ്യൂ ടു ദ ഡിഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ഫാമിങ്ങിൻ്റെ ഡിഫക്റ്റീവ് മെത്തേഡ്സിലൂടെയും, അതായത് നേരായ മാർഗത്തിലൂടെയല്ല, നല്ല രീതിയിലല്ല ഫാമിംഗ് നടത്തുന്നതെങ്കിലും എന്ത് സംഭവിക്കും? അവിടെയും സോയിൽ ഇറോഷൻ സംഭവിക്കും. അപ്പോൾ ഗ്ലേഷ്യർസ് ആൻഡ് വാട്ടർ, പിന്നെ വിൻഡ്, ഫാമിംഗ്, ഡിഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ഫാമിങ്ങിലൂടെയും നമുക്ക് എന്ത് സംഭവിക്കും? നാച്ചുറലായിട്ട് സോയിൽ ഇറോഷൻ സംഭവിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സോയിൽ ഇറോഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇറോഷൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള ഇറോഷൻസ് ഉണ്ട്? വിൻഡ് ഇറോഷൻസ്, സ്റ്റേറ്റ് ഇറോഷൻസ്, ഗള്ളീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ റണ്ണിങ് വാട്ടർ കട്ട്
through clayey soil and makes deep channels are called gullies. അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, ക്ലേയി സോയിലൂടെ പോയിട്ട് കട്ട് ചെയ്ത് ഡീപ്പ് ചാനലാക്കും. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പാടത്തൊക്കെ നമ്മൾ നെല്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുത്തുമല്ലോ, ചാനൽസ് ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ ചാനൽസിന് പറയുന്ന പേരാണ് ഗള്ളീസ് എന്ന് പറയും. പിന്നെ ലാൻഡ് ബിക്കം അൺഫിറ്റ് ഫോർ കൾട്ടിവേഷന് പറ്റാത്ത ലാൻഡ്സിന് എന്ത് പറയുന്നു, നമ്മൾ ബാഡ് ലാൻഡ് അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നു. ഇതാണ് 2 തരം ഇറോഷൻസിൽ പെട്ടത്. പിന്നെ വിൻഡ് ഇറോഷന് ഷീറ്റ് ഇറോഷനുണ്ട്. നമുക്ക് അത് നോക്കാം. എന്താണ് വിൻഡ് ഇറോഷൻ, എന്താണ് ഷീറ്റ് ഇറോഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഷീറ്റ് ഇറോഷൻ നോക്കാം. Sheet erosion is when water flows. Water flow ചെയ്യുമ്പോൾ when water flow as a sheet, ഒരു ഷീറ്റ് പോലെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഓവർ എ ലാർജ് ഏരിയയിലൂടെ ഷീറ്റ് പോലെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഏരിയ ഡൗൺ എ സ്ലോപ്പ് എന്ത് ചെയ്യും, ഡൗൺ വേൾഡിലേക്ക് ആ സ്ലോപ്പ് വരും. അപ്പം വാട്ടർ ഫ്ലോ ആസ് എ ഷീറ്റ്, ഒരു ഷീറ്റ് പോലെ ലാർജ് ഏരിയയിൽ നമ്മൾ ഫ്ലോ ചെയ്യുമ്പോൾ സ്ലോപ്പ് ഡൗൺവേർഡ് ആവും സ്ലോപ്പ്. ആൻഡ് ടോപ്പ് സോയിൽ, അതിൻ്റെ ടോപ്പ് സോയിൽ ഈ ഡൗൺവേർഡ് ആകുമ്പോൾ ടോപ്പ് സോയിൽ എന്ത് ചെയ്യും, ടോപ്പ് സോയിൽ അവിടെ നിന്ന് ഇല്ലാണ്ടാവും. സ്ലോപ്പ് അടിയിലാവുമ്പോൾ മുകളിലത്തെ ഈ സോയിൽ എന്ത് ചെയ്യും, അവിടെ വാഷ് ചെയ്യും അല്ലെങ്കിൽ അവിടെ പോകും. അങ്ങനത്തെ തരത്തിലുള്ള ഇറോഷനെയാണ് ഇത് പറയുക ഷീറ്റ് ഇറോഷൻ. ഈ ഒരു ഷീറ്റ് ഫോമിലുള്ള വാട്ടർ നമ്മൾ കൂടുതൽ ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ സ്ലോപ്പ് ഡൗൺവേർഡ് ആകും. ആ ഡൗൺവേർഡ് ആകുമ്പോൾ നമ്മുടെ ടോപ്പ് സോയിൽ എന്ത് ചെയ്യും, വാഷ്ഡ് അവേ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് നീങ്ങി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി അടിഞ്ഞുപോടും. അങ്ങനത്തെ ഇറോഷൻസിനെ പറയുന്നതാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിൻഡ് ഇറോഷൻ എന്താണെന്ന് നോക്കാം. വിൻഡ് ഇറോഷൻ എന്താണ്? വിൻഡ് ഇറോഷൻ, വിൻഡ് ബ്ലോസ് ലൂസ് soil of water down of flat or sloping land. വിൻഡ് ഇറോഷൻ എന്ന് പറഞ്ഞാൽ വിൻഡ് ലൂസായിട്ട്, അതായത് ലൂസായിട്ട് വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ സോയിൽ ഓഫ് ഫ്ലാറ്റ് ഓർ സ്ലോപ്പ് ലാൻഡ്, ഈ സ്ലോപ്പിംഗ് ലാൻഡിലൂടെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഏരിയയിലൂടെ വിൻഡ് ലൂസായിട്ട് ബ്ലോ ചെയ്യുമ്പോൾ അവിടെ സോയിൽ ഇറോഷൻ സംഭവിക്കും. കാരണം ഈ വിൻഡിലൂടെ എന്ത് ചെയ്യും, സോയിൽ പോകും. വിൻഡ് വരുമ്പോൾ സോയിൽ അവിടുന്ന് അപ്പുറത്തേക്ക് അടിഞ്ഞുകൂടും. അവിടുത്തെ ഫെർട്ടിലിറ്റി ടോപ്പ് സോയിൽ എന്ത് ചെയ്യും, പോകും. അങ്ങനത്തെയുള്ള ഇറോഷനെ പറയുന്ന പേരാണ് വിൻഡ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇറോഷൻസാണ് നമുക്ക്. അപ്പോൾ ഇത്രയും ഇറോഷൻസ്, സോയിൽ ഇറോഷൻസിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് സോയിൽ ഇറോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സോയിൽ ഇറോഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ സോയിലൊക്കെ ഇല്ലാണ്ടാവണം. അപ്പോൾ ഈ സോയിലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് എന്ത്, സോയിൽ കൺസർവേഷൻ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സോയിൽ കൺസർവേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, പ്ലോയിങ് അലോങ് ദ കൗണ്ടർ ലൈൻസ് ഡിസ്ലെൻഡേഴ്സ് ഫ്ലോ ഓഫ് വാട്ടർ ഡൗൺ ദ സ്ലോപ്പ്. അതായത് അതിന് പറയുന്ന പേരാണ് കൗണ്ടർ ഫ്ലോയിങ് എന്നാണ് നമ്മൾ പറയുക. എന്താണ് പ്ലോയിങ് അലോങ് ദ കൗണ്ടർ ലൈൻസ്? ഈ പ്ലോട്ട്, അതായത് നമ്മളിപ്പോൾ പ്ലോട്ടിലൊക്കെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാം ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഫ്ലോ ചെയ്യണം.
പ്ലോ ചെയ്തിട്ടാണ് നമ്മൾ നെല്ലൊക്കെ വിതയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്ലോയിങ് അലോങ് ദ കൗണ്ടർ ഡീസലൻഡറി ദ ഫ്ലോ ഓഫ് വാട്ടർ ഡൗൺ ദ സ്ലോപ്പ്. വാട്ടറിനെ ഈ ഒരു പ്ലോയിങ്ങിലൂടെ ഈ വാട്ടറിനെ എന്ത് ചെയ്യും, സ്ലോപ്പിൻ്റെ അടിയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അങ്ങനത്തെ തരത്തിലുള്ള പ്ലോയിങ്ങിനെ പറയുന്ന പേരാണ് കൗണ്ടർ പ്ലോയിങ്. കൗണ്ടർ പ്ലോയിങ് കൊണ്ട് നമുക്ക് സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഉള്ളത് കൾട്ടിവേഷൻ ഓഫ് സോയിൽ. ടെറസ് കൾട്ടിവേഷൻ, അതായത് ടെറസായിട്ട്, അതായത് ഇപ്പോൾ മലയിലൊക്കെ പോവുകയാണെങ്കിൽ ടെറസായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫാം ചെയ്യുക. അങ്ങനത്തെ ഫാമിലൂടെ നമുക്ക് സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഈ ഒരു ടെറസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ടെറസ് ഫാമിങ്ങിലൂടെ നമുക്ക് ഈ ഒരു സോയിൽ ഇറോഷനെ ഇല്ലാണ്ടാക്കാൻ കഴിയും. പിന്നെ ഉള്ളത് ഈ ടെറസ് ഫാമിങ് എവിടേക്ക് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഹിമാലയൻ ഏരിയാസിലൊക്കെയാണ്. കാരണം മല പോലത്തെ ഏരിയകളിലാണ് ഈ കൂടുതലായിട്ട് ഈ ഒരു ടെറസ് ഫാമിംഗ് ഉണ്ടാവുക. ഹിമാലയ, വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഹിമാലയയിലാണ് ഈ ഒരു ടെറസ് കൾട്ടിവേഷൻ കാണുന്നത്. പിന്നെ എന്താണ് നമുക്ക് സോയിൽ കൺസർവേഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സ്ട്രിപ്പ് ക്രോപ്പിംഗ്. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്ട്രിപ്പ് ക്രോപ്പിംഗ് അതായത് ഒരു ഏരിയ, ഇതിപ്പോൾ ഒരു ഏരിയ ആണ് വിചാരിച്ചത്. ഈ ഒരു ലാർജ് ഏരിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കൾട്ടിവേഷൻ നടക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് സ്ട്രിപ്സ് ഓഫ് ഗ്രാസ് ആർ ലെഫ്റ്റ് ടു ഗ്രോ. ഇവിടെയൊക്കെ നമ്മൾ കൾട്ടിവേഷൻ ചെയ്താലും കുറേ ഗ്രാസുകൾ ഇങ്ങനെ നിൽക്കും. ഈ ഏരിയയിലൊക്കെ ഗ്രാസുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു സ്ട്രിപ്പ് ഏരിയയാണ്. ഈ സ്ട്രിപ്പ് അതായത് ഒരു ഏരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്തു അവിടെ നമ്മളിങ്ങനെ കുറേ ഗ്രാസുകളൊക്കെ വളരുന്നത് ബിറ്റ്വീൻ ക്രോപ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറേ ഗ്രാസുകൾ വളരുള്ളൂ. അതിനാണ് എന്ത് പറയുന്നത്, സ്ട്രിപ്പ് ക്രോപ്പിംഗ്. ദിസ് മെത്തേഡ് ഈസ് ദിസ് ബ്രേക്ക് അപ്പ് ദ ഫോഴ്സ് ഓഫ് വിൻഡ്. ഈ ഒരു ഇപ്പോൾ ക്രോപ്സിൻ്റെ ഇടയിലൂടെ ഈ ഗ്രാസ് വളർന്ന ഈ വിൻഡിൻ്റെ ഫ്ലോ അവിടെ വരില്ല. അതിനാണ് നമ്മൾ ഈ സ്ട്രിപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വിൻഡിൻ്റെ ഫ്ലോ വരാതിരിക്കാൻ നമ്മൾ അത് പറിക്കാതെ അത് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ വിൻഡ് ഇറോഷനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ സ്ട്രിപ്പ് ക്രോപ്പിംഗ്. അതിൻ്റെ ഒരു ഇത് പറയാം. വെൻ എ ലാർജ് ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്ട്രിപ്സ് ആൻഡ് സ്ട്രിപ്സ് ഓഫ് ഗ്രാസ് ആർ ലെഫ്റ്റ് ടു ഗ്രോ ബിറ്റ്വീൻ ദ ക്രോപ്സ്, then this break up the force of wind. This method is known as strip method. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ലാർജ് ഏരിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ക്രോപ്പ് ചെയ്യും. ക്രോപ്പിൻ്റെ ഇടയിലൂടെ നമുക്ക് ഗ്രാസ് വരുന്നതിനാണ് ഈ സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രിപ്സ് നമ്മൾക്ക് വിൻഡിൻ്റെ ബ്ലോനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. അതിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു സോയിൽ കൺസർവേഷൻ്റെ മെത്തേഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് സോയിൽ, പിന്നെ ഷെൽട്ടർ ബെൽറ്റ്സ്. നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ഷെൽട്ടർ ബെൽറ്റ്സ്. അതായത് ഒരു ലൈനിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ലൈനിലൂടെ നമ്മൾ ഫാം ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഷെൽട്ടർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. Planting lines of tree to create shelter helps in the stabilization of sand dunes and establishing the desert in West India. Rows of such trees are called as shelter beds. ഇപ്പോൾ നമ്മൾ ഒരു വാഗമണ്ണോ മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ ട്രീസിൻ്റെ ഇതേ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ലൈനിൽ മാത്രം ട്രീസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഷെൽട്ടർ ബെഡ്സ്. ഇതെന്ത് ചെയ്യും, ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കൃഷികളും ചെയ്യും. കാരണം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും, മറ്റു എന്താ പറയുക ഇറോഷനിൽ നിന്ന് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഷെൽട്ടർ ബെൽറ്റ്സ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ തണലേകുന്നതിനെയാണ് എന്ത് പറയുക, ഷെൽട്ടർ ബെൽറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഷെൽട്ടർ ബെൽറ്റ് കൊണ്ട് നമ്മുടെ സോയിൽ ഇറോഷൻസ് ഇല്ലാണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു സോയിൽ ഇറോഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇറോഷനെ കുറിച്ച് പഠിച്ചു, സോയിൽ കൺസർവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇനി ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ 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 ഫ്രം മൈ ചാനൽ. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു വീഡിയോ